ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 33-ാം വാക്യം. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് മറിയോസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പ്രത്യേകിച്ച് ജോസഫ് നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. ജോസഫ് പിതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ജോസഫ് പിതാവ് തിരുക്കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനത്തില് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കരുണയുള്ളവരായിട്ട് തീരുവാനായിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചതുപോലെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട്, മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് അവകാശപ്പെട്ടവരാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാവണം. ഈശോ എത്രയോ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് പറ്റുമോ? ഒത്തിരിയേറെ പാപത്തിന് അടിമപ്പെട്ടവരാണ് നമ്മൾ അല്ലെ. ഒത്തിരിയേറെ തിന്മകള് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ എന്റെ ദൈവം എന്റെ പാപം ക്ഷമിക്കുവാനായിട്ട്, എന്റെ തിന്മകൾ പുറത്തുകൊണ്ട് തന്നോട് ചേർത്ത് പിടിക്കാനായിട്ട് എപ്പോഴും തയ്യാറാവും. അത്രയേറെ കരുണയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷേ ദൈവം എന്നോട് കരുണ കാണിക്കുമ്പോഴും എന്റെ ജീവിതത്തില് ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് മടി കാണിക്കുകയാണ്. എൻ്റെ ഉള്ളില് മറ്റുള്ളവരോട് വിദ്വേഷമുണ്ട്. മറ്റൊരുവനോട് തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അവന്റെ നാശത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പിതാവായ ദൈവമേ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. എൻ്റെ ജീവിതത്തില് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം. മറ്റുള്ളവർ എന്നെ ദ്രോഹിക്കുമ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് നന്മ ചെയ്യാനായിട്ട് കാരണം എൻ്റെ ദൈവം എനിക്ക് നന്മ പ്രദാനം ചെയ്യുന്നു അല്ലെ. എൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് എൻ്റെ ദൈവം എന്നെ വിധിക്കുന്നില്ല. കാരണം എൻ്റെ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അത്രയേറെ കരുണ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് എനിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇത്രയേറെ കാരുണ്യം എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ എൻ്റെ ജീവിതത്തില് മറ്റുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാതെ അവരെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോടും കരുണ കാണിച്ച് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.